നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ യൂട്യൂബ് ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീന എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മോഹിനിയാട്ടത്തെക്കുറിച്ചാണ് കൂട്ടുകാരെ. മോഹിനിയാട്ടം എന്നത് പറഞ്ഞാൽ തീരാത്ത അത്രയും കഥകളുള്ള ഒരു നൃത്തരൂപമാണ്. സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നതും പിന്നീട് ശാസ്ത്രീയതയിലേക്ക് വികസിച്ചതും കേരളത്തിലെ ഏക ലാസ്യ കലാരൂപവുമാണ് മോഹിനിയാട്ടം. പല ചുമർ ചിത്രങ്ങളിലും മോഹിനിയാട്ടത്തെക്കുറിച്ച് വളരെയധികം പ്രതിപാദിച്ചിട്ടുണ്ട്. ദേഹത്തു നിന്നും ഊർന്ന് വീണു പോകുമോ എന്ന് തോന്നിക്കുമാറുള്ള നേരിയ വസ്ത്രങ്ങളാണ് പല മോഹിനിയാട്ടം രൂപങ്ങളിലും വെച്ചിരിക്കുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ചുമർ ചിത്രങ്ങളിൽ സ്വന്തം നെറ്റിയിലേക്ക് കൈ ചൂണ്ടുന്ന ഒരു മോഹിനി രൂപമുണ്ട്. അതായത് ഭസ്മാസുരനെ നശിപ്പിക്കാൻ മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ട അതേ രൂപത്തിലുള്ളതാണ് ആ മോഹിനി രൂപം. മട്ടന്നൂർ കൊട്ടാരത്തിലും മോഹിനി രൂപത്തിനോട് സാദൃശ്യമായ പല ശില്പങ്ങളും കണ്ടിട്ടുണ്ട്. ശ്രീ ബാലരാമവർമ്മ അദ്ദേഹത്തിൻ്റെ ബാലരാമശാസ്ത്രം എന്ന ഭരത ഗ്രന്ഥത്തിൽ മോഹിനി നിലയം, മോഹിനി രൂപം എന്നിവയൊക്കെ പ്രതിപാദിച്ച് കാണുന്നുണ്ട്. ശ്രീ ബാലരാമവർമ്മ മഹാരാജാവ് പരദേശത്തു നിന്ന് വന്ന ദാസിയാട്ടം കണ്ട് പ്രീതനായി അദ്ദേഹത്തിൻ്റെ സദസ്സിലുള്ള ഒരു സദസ്സിനെ കൊണ്ട് മോഹിനിയാട്ടം എന്ന രൂപത്തിൽ കേരളത്തിൽ ആദ്യമായി പ്രചരിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീ കാർത്തികേയനാൾ മഹാരാജാവിൻ്റെ കാലത്ത് മോഹിനിയാട്ടത്തിനെ കുറിച്ച് വളരെയധികം പ്രതിപാദിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. കേരളത്തിൽ ദാസിയാട്ടം ഉണ്ടായിരുന്നുവോ എന്നത് ഇപ്പോഴും ഒരു തർക്കവിഷയമായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്നുകൂടിയാണോ മോഹിനിയാട്ടം എന്ന രൂപം പിന്നീട് വന്നത് എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ മോഹിനിയാട്ടം എന്തെല്ലാം തരണം ചെയ്തിട്ടാണ് ഇന്നത്തെ നിലയിലെത്തിയതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എൻ്റെ യൂട്യൂബ് ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.